നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന പുതിയ നിരീക്ഷണങ്ങൾ പ്രതിരോധ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച എയ്റോ ക്ലസ്റ്റർ ഇൻഡസ്ട്രി മീറ്റിൽ നിന്ന് പുറത്തു വന്ന ഒരു ചിത്രം സൈനിക നിരീക്ഷകരുടെയും ഗവേഷകരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ യുദ്ധവിമാനമായ സുഖോയ് Su-30 MKIയുടെ ചിറകിനടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതികായനായ ഒരു എയർ ടു സർഫസ് മിസൈലിൻ്റെ ദൃശ്യമാണ് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നിലവിൽ വികസന ഘട്ടത്തിലുള്ള രുദ്രം 3 മിസൈലിനേക്കാൾ വലിപ്പമേറിയ ഈ ആയുധം ഇന്ത്യയുടെ ഏറ്റവും പുതിയ തന്ത്രപ്രധാന മിസൈലായ രുദ്രം 4 ആയിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. IDRW.org വികസിപ്പിച്ചെടുത്ത ചിത്രത്തിലെ വ്യക്തമായ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധ ശേഖരത്തിലേക്ക് പുതിയൊരു വൻ ശക്തി കൂടി കടന്നു വരുന്നു എന്നാണ്. സുഖോയ് യുദ്ധവിമാനത്തിൻ്റെ ചിറകിന് താഴെ ഘടിപ്പിച്ച ഈ മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെ സാധാരണ ഗ്രേ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ മുൻഭാഗത്തോടടുത്തായി വ്യോമസേനയുടെ ഔദ്യോഗിക ചിഹ്നവും ദൃശ്യമാണ്. മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ നീളമേറിയതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ശരീരഘടനയും മൂർച്ചയുള്ള കൂർത്ത മുൻഭാഗവുമാണ്. അതിവേഗത്തിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ എയറോഡൈനാമിക് ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെടുന്ന 2 ഘട്ടങ്ങളുള്ള രുദ്രം 3 മിസൈലിനേക്കാൾ വലിപ്പവും വ്യാപ്തിയും ഉള്ളതാണ് ഈ പുതിയ ആയുധം. ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും പാതയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഫിന്നുകളും കൺട്രോൾ പ്രതലങ്ങളും ഇതിൻ്റെ പിൻഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മുൻ തലമുറയിലെ മിസൈലുകളേക്കാൾ കൂടുതൽ വേഗതയും ദൂരപരിധിയുമുള്ള ഒരു പുതിയ ആക്രമണ സംവിധാനമാണ് ഇതെന്നാണ്. ഇന്ത്യയുടെ രുദ്രം മിസൈൽ പരമ്പരയിലെ വികസനം പരിശോധിച്ചാൽ ഈ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം വ്യക്തമാകും. നിലവിൽ പരീക്ഷണ ഘട്ടത്തിലുള്ള രുദ്രം 3 മിസൈൽ 550 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും മാക് 5-ലേറെ ഉയർന്ന വേഗത കൈവരിക്കാൻ ശേഷിയുള്ളതുമാണ്. ഡ്യുവൽ പ്ലസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഈ മിസൈൽ ബ്രഹ്മോസിനേക്കാൾ വേഗതയും പ്രഹരശേഷിയും വാഗ്ദാനം ചെയ്യുന്നു. 2025 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട ക്യാപ്റ്റീവ് ഫ്ലൈറ്റ് ട്രയലുകൾ രുദ്രം 3യുടെ നിർണായക ഘട്ടമാണ്. എന്നാൽ അതിനേക്കാൾ ബൃഹത്തായ ഒരു മിസൈൽ നിരത്തിലെത്തുമ്പോൾ അത് ഇന്ത്യയുടെ തന്ത്രപ്രധാന ആക്രമണ ശേഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തും. DRDOയുടെ അഡ്വാൻസ് സിസ്റ്റംസ് ലബോറട്ടറി ഹൈദരാബാദിൽ വികസിപ്പിക്കുന്ന രുദ്രം 4 മുൻ മിസൈലുകളേക്കാൾ പ്രഹരശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ലക്ഷ്യമിടുന്നത്. 700 മുതൽ 1000 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ലക്ഷ്യം തകർക്കുവാൻ ഈ മിസൈലിന് സാധിക്കും. അതായത് രുദ്രം 3യേക്കാൾ ഇരട്ടിയിലധികം ദൂരപരിധി ഇതിനുണ്ടായിരിക്കും. ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ താവളങ്ങളും തകർക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 2023 തന്നെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. Su-30 MKI കൂടാതെ മിറാഷ് 2000, റഫാൽ തുടങ്ങിയ മറ്റ് മുൻനിര യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ ഭാരം കുറച്ചുകൊണ്ടുള്ള നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ രുദ്രം പരമ്പര വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എയർ ലോഞ്ച്ഡ് ആൻറ്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 1 150 കിലോമീറ്റർ ദൂരപരിധിയിൽ റഡാറുകളെ തകർക്കാൻ പ്രാപ്തമാണ്. പിന്നീട് വന്ന രുദ്രം 2 350 കിലോമീറ്റർ ദൂരപരിധിയും ഇൻഫ്രാറെഡ് ഗൈഡൻസ് സംവിധാനവും സഹിതം സജ്ജമാക്കി. തുടർന്ന് വികസിപ്പിച്ച രുദ്രം 3 550 കിലോമീറ്റർ ലക്ഷ്യമിടുമ്പോൾ രുദ്രം 4 രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ നാഴികക്കല്ലായി മാറുകയാണ്. 550 കിലോമീറ്ററിൽ നിന്നും 1000 കിലോമീറ്ററിലേക്ക് ദൂരപരിധി വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ ഇന്ധനവും വലിയ ബൂസ്റ്റർ ഘട്ടങ്ങളും ആവശ്യമായി വരുന്നു. ഇത് തന്നെയാണ് പുതിയ ചിത്രത്തിൽ കാണുന്ന മിസൈലിൻ്റെ വലിയ ശരീരഘടനയ്ക്ക് കാരണവും. ചിത്രങ്ങൾ AI സഹായത്തോടെ കൂടുതൽ വ്യക്തത വരുത്തിയതാണ് എന്നും DRDOയോ പ്രതിരോധ മന്ത്രാലയമോ ഔദ്യോഗികമായി ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും ലഭ്യമായ സാങ്കേതിക വിവരങ്ങളും വികസന ഘട്ടങ്ങളും പരിശോധിക്കുമ്പോൾ പുറത്തു വന്നത് രുദ്രം 4ൻ്റെ ആദ്യ രൂപം തന്നെയാകാനാണ് സാധ്യത കൂടുതൽ. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇത്തരം അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കും അതിർത്തി കടന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും രാജ്യത്തിന് പുതിയ കരുത്ത് നൽകും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഭൂരാഷ്ട്രതന്ത്ര നിലപാടുകളിലും ദക്ഷിണേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിലും സുപ്രധാന വഴിത്തിരിവാകാൻ പ്രാപ്തിയുള്ള ഒരു സാങ്കേതിക മുന്നേറ്റമാണ് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന രുദ്രം 4 മിസൈൽ സംവിധാനം.
ഭാരതത്തിൻ്റെ പരമ്പരാഗതവും സാധ്യതയുള്ളതുമായ രണ്ട് പ്രധാന അയൽരാജ്യ വെല്ലുവിളികളായ ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഭീഷണികളെ ഫലപ്രദമായി നേരിടുന്നതിൽ ഈ പുതിയ ഹൈപ്പർസോണിക് സ്റ്റാൻഡേർഡ് ഓഫ് മിസൈൽസ് നിർണായക പങ്കുവഹിക്കും. 1000 കിലോമീറ്ററിലധികം സഞ്ചാരപരിധിയും ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയുമുള്ള ആയുധ സംവിധാനം എന്നത് ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ഒരു മുൻതൂക്കം നൽകുകയും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ശക്തമായി പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിൽ രുദ്രം 4 നൽകുന്ന മുൻതൂക്കം വളരെ വലുതാണ്. ചൈന അതിർത്തിയിലുടനീളം അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളും S-20 പോലെയുള്ള കവചിത വിമാനത്താവളങ്ങളും അത്യാധുനിക റഡാർ ശൃംഖലകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ ദൂരപരിധിയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ആയുധങ്ങൾ അത്യാവശ്യമാണ്. ചൈനയുടെ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ പരിധിക്കുള്ളിലേക്ക് കടക്കാതെ തന്നെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലോ സുരക്ഷിതമായ വ്യോമാതിർത്തിയിലോ നിന്നുകൊണ്ട് ടിബറ്റൻ പീഠഭൂമിയിലോ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലോ ഉള്ള തന്ത്രപ്രധാനമായ നിർമ്മാണങ്ങൾ, റഡാറുകൾ, കമാൻഡ് സെൻ്ററുകൾ എന്നിവ തകർക്കാൻ രുദ്രം 4 മിസൈലിനെ നിഷ്പ്രയാസം സാധിക്കും. ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദീർഘദൂര ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താനുള്ള ഈ ശേഷി ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിന് വലിയ ശക്തി പകരുന്നു. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ ഏത് കോണിലെയും സൈനിക കേന്ദ്രങ്ങളെയും പ്രതിരോധ താവളങ്ങളെയും നിമിഷ നേരം കൊണ്ട് ലക്ഷ്യമിടാൻ ഈ മിസൈലിന് കഴിയും. പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തികളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഏത് പ്രതിരോധ റഡാർ ശൃംഖലയെയും വ്യോമ പ്രതിരോധ നിരകളെയും അതിവേഗം തകർത്തുകൊണ്ട് പ്രത്യാക്രമണം നടത്താൻ രുദ്രം 4 ഏറെ അനുയോജ്യമാണ്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് മുൻപ് തന്നെ അവയെ നശിപ്പിക്കാനുള്ള ശേഷി ഈ മിസൈൽ സംവിധാനത്തിനുണ്ട്. കൂടാതെ ഹൈപ്പർസോണിക് വേഗതയിലുള്ള സഞ്ചാരവും പാതയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളും കാരണം നിലവിലുള്ള വിമാനവിരുദ്ധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുക എന്നത് അസാധ്യമാണ്. ഇതിലുപരിയായി ചൈന പാകിസ്ഥാൻ സഖ്യം ഉളവാക്കുന്ന ഇരട്ട അതിർത്തി ഭീഷണിയെ തടയിടാനുള്ള തന്ത്രപരമായ പ്രതിരോധ ശേഷി ഇന്ത്യക്ക് ഇത് പ്രദാനം ചെയ്യുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MKI, റഫേൽ തുടങ്ങിയ വിമാനങ്ങൾക്ക് അതിർത്തി കടക്കാതെ തന്നെ ശത്രു രാജ്യങ്ങളുടെ ആഴത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളെ നശിപ്പിക്കാനും സാധിക്കും. ഇത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെയും പൈലറ്റുമാരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ രുദ്രം 4 മിസൈൽ ഒരു വെറും ആക്രമണ ആയുധം മാത്രമല്ല, മറിച്ച് അയൽ രാജ്യങ്ങളുടെ ആക്രമണോത്സുകത നിലപാടുകളെ തടഞ്ഞു നിർത്തുന്ന ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. സാങ്കേതിക വിദ്യയിലും ദൂരപരിധിയിലും പ്രഹരശേഷിയിലും കൈവരിച്ച ഈ വൻ മുന്നേറ്റം മേഖലയിൽ ഒരു ശക്തി സന്തുലനം ഉറപ്പാക്കുന്നതിനും ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷ കൂടുതൽ ഭദ്രമാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.